നരേട്ടൻ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. നരേട്ടൻ എന്നിൽ കൂടി സാന്ത്വനവും സമാധാനവും കിട്ടും പോലെ നരേട്ടൻ ഇന്ന് എനിക്കും ആശ്വാസവും തണുപ്പും സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ട്. അതിനാണല്ലോ ഭാര്യ ഭർത്താക്കന്മാരെന്നും കുടുംബം എന്നൊക്കെ പറയുന്നേ. പക്ഷേ ഈ ചൂട് ബാഹ്യശക്തിയാ, വീട്ടിലെ സമ്മർദ്ദങ്ങളല്ല. നരേട്ടൻ അറിയോ, ഓസോൺ പടലങ്ങളുടെ ഗ്യാപ്പിലൂടെ സൂര്യരശ്മികൾ വന്ന് പതിക്കുന്നത് കൊണ്ടുള്ള ചൂട്. അതിനെ ആ രീതിയിൽ തന്നെ നേരിടണം. കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറയും പോലെ അത് AC വിചാരിച്ചല്ലേ നടക്കൂ. നരേട്ടാ, ഇന്ന് പകല് മുഴുവൻ ഞാൻ AC കുറിച്ച് പഠിക്കുകയായിരുന്നു. ഓ എന്റെ നരേട്ടാ, പലതരം AC-കളുണ്ട്. ലീലാവതി, AC എന്നൊക്കെ പറയുന്നത് കുറച്ച് കാശൊക്കെയുള്ളവർക്ക്. നരേട്ടാ AC വാങ്ങാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. പക്ഷെ എപ്പോഴും ഇങ്ങനെ നമ്മളെ കൊച്ചാക്കി സംസാരിക്കരുത്. നമ്മളെന്താ അട്ടപ്പാടികളാ? നരേട്ടൻ UD ക്ലർക്ക്, എനിക്കുണ്ട് സ്ഥിരമല്ലെങ്കിലും ചെറിയൊരു വരുമാനം. സിറ്റിയിൽ 5 സെന്റ് ഭൂമിയും ആ ഭൂമിയിൽ 1500 സ്ക്വയർ ഫീറ്റിന് ഒരു വീടും ഉണ്ട് നമുക്ക്. ഇന്നത്തെ വിലയ്ക്ക് ലക്ഷങ്ങളായി ഈ വസ്തുവിന്റെ മതിപ്പ്. അത്രയ്ക്കൊക്കെ സ്വന്തമായിട്ടുള്ള നമ്മള് തീരെ ദരിദ്രവാസികളൊന്നും അല്ല. ഇത്രയൊക്കെ സ്വന്തമായെന്ന് ആരാ പറഞ്ഞത്? വീടിന്റെ ലോൺ 4/1 പോലെ അടഞ്ഞു തീർന്നിട്ടില്ല. ടിവിയുടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെ. തമിഴിലെ ഒരു ചൊല്ലുണ്ട്, വരവെട്ടണ ചിലവ് 10 പിന്നെ എന്തെണ്ണ തൂക്കം പോയെണ്ണാന്ന്. വരവിൽ കവിഞ്ഞ് ചിലവാക്കി തുടങ്ങുമ്പോ പിന്നെ തൂക്കം പോകുമെന്ന്. അതായത് ഉറക്കം കിട്ടില്ല എന്ന്. കണ്ണടച്ച കടക്കാരനെ ആയിരിക്കും കണ്ണിന്റെ മുന്നിൽ കാണുന്നത്. മനുഷ്യൻ ഉറക്കം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജീവിതം കൈവിട്ടു പോയി തുടങ്ങിയെന്ന. എനിക്കെന്തായാലും ഉറക്കം കളയാൻ വയ്യ. ഒരു AC വയ്ക്കണമെന്ന് പറഞ്ഞതിനാണ് ഈ പ്രഭാഷണമൊക്കെ അല്ലേ? വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞില്ല, പിൻവലിച്ചു. AC വേണ്ട, ഒരു കുന്തും വേണ്ട. ഞാൻ ഉഷ്ണിച്ച് ചത്തോളാം. നരേട്ടനെന്താ ഞാനല്ല ഉഷ്ണിക്കുന്നത്? ലീലാവതി, കണ്ടോ, ഞാൻ വേർത്തൊഴുകുന്ന കണ്ടോ? ഞാൻ വീശുന്നില്ല, തുടയ്ക്കുന്നില്ല. വേർക്കട്ടെ. അടുക്കളയുടെ മൂട്ടിൽ നിന്ന് അഹോരാത്രം പണിയെടുക്കുന്ന ഭാര്യമാര് ഒരല്പം ആശ്വാസം കിട്ടുന്ന കാര്യം പറഞ്ഞാൽ ഉടൻ കിട്ടും 100 ന്യായീകരണങ്ങൾ. വര വെട്ടണ, ചെലവ് 10. ഞാൻ കാശ് ദൂർത്തെടുത്തോണ്ടിരിക്കുകയല്ലേ? വര വെട്ടണയാണെങ്കിൽ ചെലവ് ആരെയാണെങ്കിലും നിർത്തണമെന്നാ എന്റെ മോഹം. ബാക്കി 7.5 മോൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അതിനു വേണ്ടി ഞാനും പാടുപെടുന്നത്. പക്ഷെ അധ്വാനിക്കണമെങ്കിലേ ആരോഗ്യം വേണ്ടേ? ആ ആരോഗ്യത്തിന് വേണ്ടിയാ AC-യുടെ കാര്യം ഞാൻ പറഞ്ഞു. ലീലാവതി, AC-യുടെ തണുപ്പ് ആരോഗ്യത്തിന് കേടാ. നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ ശക്തിയെ അത് ഇല്ലാതാക്കും. രോഗം ഉണ്ടാക്കുന്ന അണുക്കളെ പോലെ ആരോഗ്യത്തിന് ആവശ്യമായ അണുക്കളും അന്തരീക്ഷത്തിലുണ്ട്. ആ പാവ അണുക്കളെ ഈ ലോ ടെമ്പറേച്ചർ ഇല്ലാതാക്കി കളയും. അതുപോലെ തന്നെ കറണ്ട് ചാർജ് നിനക്കറിയാലോ. എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്കെല്ലാം അറിയാം. ഇല്ല, നിനക്കൊന്നും അറിയില്ല. എല്ലാം അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് വാശി പിടിക്കില്ലായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു തന്നെ, എന്റെ കാശിയിലാക്കി ഞാൻ AC വെക്കാൻ പോകുന്നില്ല.